ഹായ് ഹലോ ലില്ലൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷോപ്പിൽ പോയിട്ടില്ല. ഇന്ന് ഞാൻ ഷോപ്പിൽ പോവാതെ കള്ളമടി കാണിച്ച് ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ മടിയായതുകൊണ്ട് ഞാൻ വൈകുന്നേരം ദീപാരാധന തൊഴാലോ എന്ന് വിചാരിച്ച് പോണ പോക്കാണത്. കാടാമ്പുഴ ടെമ്പിളാണ് കേട്ടോ. ഞാനിത് ഈ വഴിപാടൊക്കെ ആദ്യം വീട്ടിൽ നിന്ന് എഴുതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതിന് മുമ്പേ പോയിട്ട് ഞാൻ ചീട്ടാക്കി പോന്നു. കാരണം അവരൊക്കെ എഴുതുന്നതിന് മുമ്പ് പോയിട്ട് ഞാൻ ഓൾറെഡി എഴുതിയിട്ടാണല്ലോ വന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ കുറച്ച് മുട്ടും കാര്യങ്ങളൊക്കെ ഇറക്കാനുണ്ട്. അങ്ങനെ മുട്ടിറക്കാൻ പോകുന്ന വഴിയാണത്. അങ്ങനെ അവിടെ കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ അമ്പലത്തിൽ. ചെറുപ്പം മുതലേ പോകുന്ന ഒരു അമ്പലമാണത്. മാളികപ്പുറം വേറൊരു വൈബായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ കുറേ സ്വാമിമാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ എന്ന് പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് തമിഴ്നാട്, കർണാടക, തെലുങ്കൊക്കെ പറയുന്നവരുണ്ടായിരുന്നു അവിടെ. അധികം ആൾക്കാരെ മലയാളീസ് അങ്ങനെ അത്രയും അധികം ഉണ്ടായിരുന്നില്ല. അധികം തമിഴ്, തെലുങ്കൊക്കെ പറയുന്ന ബ്രാഹ്മൺസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ടൊന്നും ക്യാമറ അലോഡല്ല. ഇതൊക്കെ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതിങ്ങനെ ചെമ്പരത്തി, പിന്നെ എന്തൊക്കെയുണ്ട് ചെടികളുടെ പേരൊന്നും എനിക്ക് നല്ലപോലെ അറിയാത്തന്നെ ഞാൻ പറയുന്നില്ല. റോസ് പൂവുണ്ട്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇതവിടെ വഴിപാട് ചെയ്തിട്ടുള്ള ആ ചേച്ചി ആയിട്ട് അവിടെ വഴിപാട് ദീപം തെളിക്കാനൊരു വഴിപാട് അവിടെ ഈ വിളക്ക് മാത്രം കത്തിക്കാൻ വഴിപാട് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് കയറി ഞാൻ പോയി നിൽക്കുന്ന സീനാണത്. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട് കത്തിക്കണമെന്ന്. ഞാൻ പറയുന്നത് വേണ്ട, ചേച്ചീനെ കത്തിച്ചോ എന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളവരല്ല കേട്ടോ, ഇവരെവിടെയാണ് എറണാകുളം ആ ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഇവിടെ ഫ്രണ്ടിലൊരു ഹോട്ടലുണ്ട്, അവിടെയാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. കുറച്ച് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ സായം സന്ധ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എന്താ പറയുക ഒരു സമയമാണത്. നല്ല രസമാണ്, ഭയങ്കര ഒരു പ്രത്യേകിച്ച് അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഭയങ്കര വൈബാവുമല്ലോ. പിന്നെ ഞങ്ങൾ ശരിക്കും പറയുക ഞങ്ങൾ ATM പൈസ എടുക്കാൻ വേണ്ടി പോയതാണ്. അതിന് നേരെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഈ കട ഉള്ളത്. അപ്പം ഞങ്ങളെ പൈസ എടുത്ത് വന്ന് നേരെ കയറിയത് ഈ ഷോപ്പിൽ. ഏട്ടനൊരു മുണ്ടെടുത്തു, പിന്നെ എനിക്കൊരു സെറ്റ് സാരി എടുത്തു. ഇതാണ് കേട്ടോ ഞാൻ എടുത്ത സെറ്റ് സാരി. രേഷ്മ ചേച്ചിയുടെ സെലക്ഷനായിരുന്നു. അതിൻ്റെ അടിയിലുള്ളതാണ് എനിക്കിഷ്ടമായത്, ശ്രീകൃഷ്ണൻ്റെ. പക്ഷെ അത് ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ച് വേണ്ടാന്ന്. പിന്നെ ബ്ലാക്ക് എടുത്തു. കണ്ണാടി ഞാൻ എവിടെ കണ്ടാലും ഇങ്ങനെ എടുക്കും കേട്ടോ. അതെനിക്കൊരു അസുഖമായി മാറിയിരുന്നു ഇപ്പോൾ. അപ്പോൾ ദേവീനൊക്കെ തൊഴുത് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളതേ വീട്ടിൽ പോവാണ്. ലാസ്റ്റ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്നവരും ഇങ്ങനെ ഭയങ്കര ഒരു മിസ്സിങ് കിട്ടും എന്തോ പോലെ. അങ്ങനെ വീഡിയോ അങ്ങനെ പിടിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ സംഭവിച്ചിട്ട്. അപ്പം അങ്ങനെ ദേവിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ശർക്കര ജിലേബിയാണ് ഏറ്റവും ഇഷ്ടം.